ഞങ്ങളുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൽ കേരളത്തിൽ മാനുഫാക്ചറിംഗ് നിക്ഷേപമെല്ലാം വർദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വികസിത കേരളം കാഴ്ചപ്പാടിൻ്റെ ഒരു വലിയൊരു ഭാഗം. അതുകൊണ്ട് HMTയിൽ എന്ത് നടക്കുന്നു, അതിനെങ്ങനെയാണ് HMTനെ എക്സ്പാൻഡ് ചെയ്യുക, മോഡേണൈസ് ചെയ്യാൻ എന്താണ് സാധ്യത, അത് ഒന്ന് ചർച്ച ചെയ്യാനും അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഇന്ത്യ ഒരു മാനുഫാക്ചറിംഗ് പവർ ഹൗസ് ആകുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ തൊഴിലവസരങ്ങളൊന്നും സൃഷ്ടിക്കാതെ. ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ കർണാടകയാണോ തമിഴ്നാട്ടിലാണോ ഞാൻ മന്ത്രിയാവുന്ന സമയത്താണല്ലോ ഇത്ര വലിയ വലിയ ഫാക്ടറീസ് വരുന്നു. അത് ഓട്ടോമൊബൈൽസ് ആണോ, മൊബൈൽ ഫോൺസ് ആണോ, ഇലക്ട്രോണിക്സ് ആണോ, സെമി കണ്ടക്ടർ ആണോ. പക്ഷേ ഇവിടെ ഒന്നും വരുന്നില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് HMTൻ്റെ സ്ഥിതി. അത് മാറ്റണം. അത് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ മാറ്റും. ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വികസനം എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് തൊഴിലില്ലായ്മയെ മാറ്റി തൊഴിൽ അവസരങ്ങൾ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് ഇവിടെ നിക്ഷേപമില്ലായ്മ മാറ്റിയിട്ട് നിക്ഷേപം കൊണ്ടുവരുന്നത്. ഇക്കണോമിക് ആക്ടിവിറ്റി വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാൽ മാത്രമേ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കുള്ളൂ. അതിന് ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഇലക്ഷൻ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾ 6-8 മാസമായിട്ട് പറയുന്നത്. അത് ഈ ഇലക്ഷന് ഞങ്ങൾ പറയും.